ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് നിലവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റെപ്പ് പുറകിലാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു ലോക്കൽ സ്റ്റോർ, അതായത് ഒരു ഷോപ്പ്, ഫിസിക്കൽ ഷോപ്പ് ഉള്ള രീതിയിൽ അങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സർവീസസ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇല്ല ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡ് എന്നാണെന്നുണ്ടെങ്കിലും, ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് എല്ലാ ബിസിനസ്സുകൾ, അതായത് വലിയ ബിസിനസ്സുകളായിക്കോട്ടെ ചെറിയ ബിസിനസ്സുകളായിക്കോട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ആവശ്യം, എങ്ങനെയാണ് ഇത് ആളുകളിൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ സെയിൽസ് കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പത്തേനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് നീഡ്സിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ഫിസിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെയാണ് ഡിജിറ്റലി നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ട് ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ആൾക്കാർ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ ഇന്ത്യ മാർട്ടൊക്കെ പോലെയുള്ള B2B ആവശ്യങ്ങൾക്കായിട്ട് നമ്മളൊരു ബിസിനസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നീഡ്, ഒരു മേ ബി സ്പൈസസ് എനിക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യ മാർട്ടിൽ ചെക്ക് ചെയ്തു, ഒരു കമ്പനിയുടെ പ്രൈസസ് ഒക്കെ എനിക്ക് ഓക്കെ ആണ്. അപ്പൊ ആ ഒരു കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഒരു കമ്പനി വിശ്വാസയോഗ്യമാണോ, അങ്ങനെയുള്ള മറ്റ് ഡീറ്റെയിൽസ്, അതായത് ചുമ്മാ ഒരു ഇന്ത്യ മാർട്ടിൽ ഒരു പേജ് ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണോ, അത് ശരിക്കും ഉള്ള ഒരു കമ്പനി തന്നെയാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ കൂടുതൽ പരതി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വെബ്സൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എബൌട്ട് എസ് പേജിൽ അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളെ വിലയിരുത്തുന്നത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് നമ്മുടെ മുകളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങുന്നതിന് മുമ്പ് നോക്കുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ഫിസിക്കൽ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സമയം, മേ ബി ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു 9 to 10, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ മാത്രമാണ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ സ്റ്റോർ വെക്കുക. പക്ഷേ ഡിജിറ്റലി നമുക്ക് 24/7 അവൈലബിൾ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏത് സമയത്തും എവിടെ ഇരുന്നുകൊണ്ടും ആളുകൾക്ക് അവൈലബിൾ ആണ്. ഒരു ഫിസിക്കൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും സർവീസസിനെ പറ്റിയിട്ടും നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും എല്ലാം ബിസിനസ് അവേഴ്സിന് ശേഷവും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SEO ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലോക്കൽ ഏരിയയിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്ത് നിന്നും ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സൈറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾക്കെല്ലാം നാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ബിസിനസ് ടൈപ്പിന് വെബ്സൈറ്റ് എന്ന് പറയുന്നതാണ് പ്രൈമറി സെയിൽസ് ചാനൽ എന്നുള്ളത്. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാം, പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാം, ഓർഡേഴ്സ് മാനേജ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാക്കാം, റവന്യൂ ജനറേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൈമറി സെയിൽസ് ചാനൽ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ആസ് എ ബിസിനസ് നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡിന്റെ മുകളിലും നിങ്ങളുടെ മാർക്കറ്റിങ്ങിന്റെ മുകളിലും നിങ്ങൾക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടാകുവാനായിട്ട് വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിന് പകരം വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കൺട്രോൾ കിട്ടും. അതിന്റെ കണ്ടന്റ് എങ്ങനെ വേണം, ഡിസൈൻ എങ്ങനെ വേണം, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്കത് എങ്ങനെ ഏത് ഐഡിയയിൽ വേണമെന്നുണ്ടെങ്കിലും വർക്കൗട്ട് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിന് പുറമേ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ചെയ്യാം, ബ്ലോഗ്സ് ചെയ്യാം, ലീഡ് മാഗ്നറ്റ്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ഒക്കെ പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്.
മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സും സർവീസസും നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ്, വീഡിയോസ്, ഫീച്ചേഴ്സ്, പ്രൈസസ്, കസ്റ്റമറിന്റെ റിവ്യൂസ് ഇതെല്ലാം അടക്കം നമുക്ക് വെബ്സൈറ്റിലൂടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അപ്സെല് ചെയ്യാം, ക്രോസ് സെൽ ചെയ്യാം, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. FAQ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കൺസേൺസ് നിങ്ങൾക്ക് പെർട്ടിക്കുലർലി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാം. ഇതെല്ലാം വെബ്സൈറ്റിലൂടെ പോസിബിൾ ആവും. അടുത്തൊരു കാര്യമാണ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് FAQ ആഡ് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് ഫോംസ് ചെയ്യാം, ചാറ്റ് ബോട്ട് കൊടുക്കാം, ലൈവ് ചാറ്റ് ചെയ്യാം കസ്റ്റമേഴ്സിന്റെ ക്വറീസ് ക്ലിയർ ചെയ്യാനായിട്ട്. വെബ്സൈറ്റിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് കോസ്റ്റ് വളരെയധികം റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് ആൻസേഴ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടെ കൂടുകയാണ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ വലിയ ബ്രാൻഡ്സിനായിട്ട് നമുക്ക് കമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരായിട്ട് നമുക്ക് മത്സരിക്കാനായിട്ട് പറ്റും. ഒരു പ്രൊഫഷണലി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ വലിയ പ്ലേയേഴ്സ്, നിങ്ങളുടെ കോമ്പറ്റീഷനിലുള്ള വലിയ പ്ലേയേഴ്സിനായിട്ട് നമുക്ക് വെബ്സൈറ്റ് ത്രൂ കമ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ആളുകൾക്ക് നല്ല രീതിയിലുള്ള വാല്യൂ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നല്ല വലിയ ബ്രാൻഡ്സിനായിട്ട് കമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷനും ഇൻസൈറ്റ്സും ആണ്. അതായത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരെവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, എന്താണ് അവർ എടുക്കുന്ന ഒരു റൂട്ട്, ഹീറ്റ് മാപ്പ് എന്നൊക്കെ പറയും. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന ഏരിയ ഏതാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്യുന്ന ഏരിയ ഏതാണ്, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഡിപ്പെൻസ് നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കാം. മാത്രമല്ല നമുക്കൊരു സെയിൽസിന്റെ ഒരു ട്രെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം, അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാം. ഒരു കസ്റ്റമേഴ്സ് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് വരുന്നത്, അവരുടെ ഡെമോഗ്രഫിക്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനായിട്ടും വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് റിഫൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെയും സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ഇംപ്രൂവൈസ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒന്ന് വെബ്സൈറ്റിലേക്ക് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ആഡ്സ് ചെയ്തിട്ടും ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടും SEO ചെയ്തിട്ടും കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടൊക്കെ ആളുകളെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാം. നമുക്ക് സെയിൽസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചാനൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിനെ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അഡീഷണലി നിങ്ങളുടെ പ്രൊഡക്ട്സിന് ഇമേജസിന് പുറമെ ഗ്രാഫിക്സ്, വീഡിയോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം ഫ്രീഡം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഓൺ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ബിസിനസ്സിന് വേണം എന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 15,000 രൂപ മുതൽ നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്.